നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആ ശിവാനി, ഗൗതം എവിടെയാ? ഞാൻ അമ്മയുടെ ആന്റിയുടെ ഓഫീസിലാ. എന്താ ശിവാനി? ഗൗതം തിരക്കിലാണോ? അതെ, നല്ല തിരക്കില്ല. നിന്ന് തിരിയാൻ ടൈമില്ല. നിനക്ക് വേണ്ടി എല്ലാ തിരക്കും മാറ്റി വെക്കാന്ന മറുപടിയാ ഞാൻ പ്രതീക്ഷിച്ചേ. ശിവാനി, വേഗം കാര്യം പറഞ്ഞോളൂ. അത് പിന്നെ എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ. അതല്ല ഗൗതം, എനിക്ക് നേരിട്ട് കണ്ടൊന്ന് സംസാരിക്കണം. ഞാൻ ഒട്ടും ഫ്രീ അല്ല ശിവാനി. നാളെയോ മറ്റന്നാളോ കണ്ടാ പോരെ? അയ്യോ, അത് പോരാ, അത്യാവശ്യമാണ്. ഇന്ന് തന്നെ കാണണമെന്നാ ഞാൻ കരുതുന്നത്. എന്താ ശിവാനി, സിനിമയിലൊക്കെ കാണുന്ന പോലെ തനിക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെന്ന് പറയാനാണോ? അങ്ങനെയാണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല കേട്ടോ. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കോളാം. അയ്യോ ഗൗതം, അങ്ങനെയൊന്നുമല്ല. പുരുഷന്മാരുടെ മുഖത്ത് പോലും നോക്കാത്ത കുട്ടിയാ ഞാൻ. ജീവിതത്തിൽ ആദ്യമായി അവസാനമായി ഞാൻ സ്നേഹിക്കുന്നത് ഗൗതമിന് മാത്രമായിരിക്കും. വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ഗൗതമിനോടല്ലാതെ മറ്റാരോടും ഇത് പറയാനാവില്ല. ഓക്കെ, എങ്കിൽ ഞാൻ ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ അയച്ചു തരാം. ശിവാനി ഈ ഓഫീസിലേക്ക് വരും. അയ്യോ, ഓഫീസിൽ വെച്ച് സംസാരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ ദേവീക്ഷേത്രത്തിന് മുന്നിലുണ്ട്. ഗൗതം ഒന്ന് ഇങ്ങോട്ട് വരുമോ? അത് ഉടനെ ഇപ്പൊ ഇവിടുന്ന് വരാൻ ബുദ്ധിമുട്ടുണ്ട് ശിവാനി. നമുക്ക് വൈകിട്ട് കണ്ടാൽ മതിയോ? പറ്റില്ല ഗൗതം, ഇത് വളരെ പ്രധാനപ്പെട്ടതാ. എനിക്ക് ഇപ്പൊ ഇത്തിരി ദൈവാധീനം വേണ്ട സമയ. അതുകൊണ്ട് അമ്പലത്തിന് മുന്നിൽ വെച്ച് കാണാന്ന് ഞാൻ പറഞ്ഞ്. താൻ കരയാണോ? കരയാനല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗൗതം? ഉടനെ വരില്ലേ? വരാം, താൻ ടെൻഷൻ അടിക്കണ്ട, ഉടനെ വരാം. സർ, നിധി എന്ന കുട്ടി സൈൻ ചെയ്യേണ്ട പേപ്പർ റെഡി ആയിട്ടുണ്ട്. ഇന്റർവ്യൂവിന് ആ കുട്ടിയെ വിളിക്കട്ടെ? വേണ്ട, ഒരു ഫോർമൽ ഇന്റർവ്യൂ നടത്തിയിട്ട് അപ്പോയിന്റ് ചെയ്തോളൂ. ട്രെയിനിങ്ങിന്റെ ഡേറ്റ് അറിയിക്കാന്ന് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയുമായി ഡിസ്കസ് ചെയ്തിട്ട് ഡേറ്റ് പറയാം. ഓക്കെ സർ. പിന്നെ എനിക്ക് ഈ കമ്പനിയുമായിട്ട് ബന്ധമുണ്ടെന്ന് നിധിയോട് പറയണ്ട. അതൊരു സസ്പെൻസ് ആയിരുന്നോട്ടെ. ശരി സർ, ഞാൻ ഡീറ്റെയിൽ ഒന്നും പറയില്ല. ശരി, ഞാനൊന്ന് പുറത്തു പോവാ. അമ്മ മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ പറഞ്ഞാൽ മതി. ഓക്കെ സർ, താങ്ക് യു. ഞാൻ ആദ്യം ഗൗതമിനോട് അമ്മയുടെ അസുഖത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. അമ്മ അല്പം മാറി നിന്നോ. ഞങ്ങൾ അടുത്തേക്ക് വരുമ്പോ അഭിനയം തുടങ്ങിക്കോണം. വായിന്ന് ചോര വരുത്തുന്ന ഗുളിക ആദ്യമേ തിന്നാം. എന്റെ അമ്മ അത് തിന്നാനുള്ളതല്ല. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോ ഉപയോഗിച്ചാ മതി. പല്ലുകൊണ്ട് ചെറുതായിട്ടൊന്ന് കടിച്ചത് പൊട്ടിക്കോളും. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു റിഹേഴ്സൽ നോക്കിയാലോ? അതിനുള്ള സമയമൊന്നും ഇല്ല. ഗൗതം വരാറായി. അമ്മ ക്ഷീണം നടിച്ചേ കുറച്ച് മാറി നിന്നോ. ശരി, നന്നായിട്ട് അഭിനയിക്കണേ മോളെ. ഏറ്റു നാച്ചുറൽ ആക്ടിങ്. അമ്മ മാറിക്കോ. ഗ്ലിസറിൻ എവിടെ വെച്ചല്ലോ? ഇത് വെച്ച് ഞാനൊരു കലക്ക് കലക്കും. ശിവാനി, ശിവാനി, എന്തു പറ്റി? ഇനിയൊന്നും പറ്റാനില്ല ഗൗതം. എനിക്ക് ഒന്നും പറയാൻ വയ്യ ഗൗതം. ലോകം കീഴ്മേൽ മറിഞ്ഞ് എന്റെ കൺമുന്നിൽ വീണ പോലെ എനിക്ക് തോന്നുന്നത്.
കാര്യം എന്തായാലും പറയൂ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇത് എന്റെ അമ്മയുടെ മെഡിക്കൽ റിപ്പോർട്ടാ. ആന്റിക്ക് ക്യാൻസറോ? അതെ, 3ാം സ്റ്റേജ് തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞപ്പോ ഒരുപാട് വൈകി ഗൗതം. ക്യാൻസർ എന്ന് പറയുന്നത് അവസാനമല്ല ശിവാനി. നമുക്ക് ആന്റിയെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാം. അതിനുവേണ്ടി എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. ഗൗതമിന്റെ നല്ല മനസ്സിന് 1000 നന്ദി. പക്ഷെ ഞങ്ങൾ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ഇനി ചികിത്സയൊന്നും ഇല്ലെന്ന് അവര് പറഞ്ഞ്. നമുക്ക് ആന്റിയെ വിദേശത്ത് കൊണ്ടുപോകാം. പ്രശസ്തരായ ക്യാൻസർ വിദഗ്ധർ പലരും എന്റെ ഫാമിലി ഫ്രണ്ട്സാ. ബിലീവ് മീ, ആന്റിയെ നമ്മൾ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇതൊക്കെ ഗൗതം എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണെന്ന് എനിക്കറിയാം. അമ്മയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ വിവാഹം കാണാനുള്ള ഭാഗ്യം പോലും അമ്മയ്ക്ക് കിട്ടില്ല. കിട്ടും. ആന്റിയുടെ അസുഖം ഭേദമാകുന്നവരെ നമുക്ക് വിവാഹം നീട്ടിവെക്കാം. വിവാഹത്തെക്കാൾ വലുത് ആന്റിയുടെ ജീവനല്ലേ ശിവാനി? അതെ, പക്ഷെ ഞാനിതൊക്കെ പറഞ്ഞിട്ടും അമ്മ അനുസരിക്കുന്നില്ല ഗൗതം. ഗൗതം, അമ്മ ഒന്ന് കാണും. ഞാൻ തന്റെ വീട്ടിലേക്ക് വരാം ശിവാനി. വേണ്ട ഗൗതം, അമ്മ ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെയോ? അതെ, ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴി ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ ഇറങ്ങിയതാ. ഗൗതം വരാൻ വൈകിയത് കൊണ്ട് അമ്മ ആകെ തളർന്നു. ഞാൻ അമ്മയെ അവിടെ ഇരുത്തിയിരിക്കുക. ഓ സോറി. ആന്റിയുടെ കണ്ടീഷൻ എനിക്ക് അറിയില്ലായിരുന്നു. റിയലി സോറി. സാരമില്ല ഗൗതം, വരൂ നമുക്ക് അമ്മയെ കാണാം. ശരി. ഈശ്വരന്മാരെ, എനിക്ക് വേണ്ടതെല്ലാം നിങ്ങൾ തന്നു. ഇതുവരെ കിട്ടിയ സൗഭാഗ്യങ്ങളിൽ അടിയൻ സന്തോഷവതിയാണ്. ഏത് നിമിഷവും മരണത്തെ സ്വീകരിക്കാൻ ഈ ഉള്ളവള് തയ്യാറാ. പക്ഷെ എന്റെ മോളുടെ വിവാഹം കാണാനുള്ള ഭാഗ്യം കൂടി എനിക്ക് തരണം. അതിനു മുമ്പ് എന്റെ കണ്ണടയരുതേ ഈശ്വരന്മാരെ. കരച്ചിലിത്തിരി ഓവറാണല്ലോ. എല്ലാരും എന്നെ പോലെ കംപ്ലീറ്റ് ആക്ട്രസ് ആവോ? അയ്യോ, അമ്മ കൊളാക്കാതിരുന്നാ മതിയായിരുന്നു. എന്റെ ദൈവമേ. ആന്റി, അയ്യോ, മോൻ വന്നോ? ആന്റി കാരണം മോനും ബുദ്ധിമുട്ടായി അല്ലേ? ഏയ് ഇല്ല ആന്റി. ഒരു വാക്ക് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലേക്ക് വന്നേനെ. അതുകൊണ്ടാ പറയാതിരുന്ന്. തൊള്ളക്കോളമാക്കി. ബെസ്റ്റ്. ക്യാൻസർ വാർഡിലൊന്നും മോനെ പോലുള്ളവർ വരാതിരിക്കുന്നതാ നല്ലത്. വന്ന ആ കാഴ്ച കണ്ട് നിൽക്കാനാവില്ല മോനെ. എന്തായാലും മോൻ വന്നതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിന്നെപ്പോലെ നല്ലവരായ ഒരാളെയാണല്ലോ എന്റെ മോളെ ഏൽപ്പിക്കുന്നേന്ന് ഓർത്ത് എനിക്ക് മനസ്സമാധാനത്തോടെ കണ്ണടയ്ക്കാം.